നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം പുതിയ മുഖ്യമന്ത്രിയുടെ വലിയ പ്രഖ്യാപനങ്ങൾ, ഏകദേശം 5ഓളം വരുന്ന പ്രഖ്യാപനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അങ്ങനെ 5 വലിയ പ്രഖ്യാപനങ്ങൾ, ആശമാരുടെ തുക 3000 വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ അവർക്ക് കടന്നുകൂടിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഏകദേശം 9000 രൂപയിലേക്കാണ് അവരെത്തിയത്. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു വർഷക്കാലം 500 രൂപയിൽ നിന്നും അവർ വീണ്ടും ഒരു 500 രൂപ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശിവകുമാറിൻ്റെ വീട്ടിൽ സമരം നടത്തി. 1 രൂപ പോലും കൂടുതൽ കിട്ടിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 രൂപ പോലും കൂടുതൽ അവർക്ക് കൊടുത്തില്ല. അവിടെ നിന്നാണ് ഘട്ടം ഘട്ടമായി 9000 എന്ന് പറയുന്നൊരു ഓണറേറിയത്തിലേക്ക് അവിടെ ആശാ വർക്കർമാരെ കൊണ്ടെത്തിച്ചത്. നല്ല കാര്യം തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഒരിടത്തും എവിടെയും ചർച്ചയിൽ വരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് അതിനകത്തൊരു മാറ്റമുണ്ടാകുന്നു. ആശമാരുടെ ഓണറേറിയം വീണ്ടും വർദ്ധിപ്പിച്ച് 12000 എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇപ്പം നിലവിലത്തെ കണക്ക് പ്രകാരം അവർക്ക് ഏകദേശം 10-17,000 രൂപയോളം അവർ അലവൻസുകളായിട്ടും മറ്റ് കാര്യങ്ങളുമൊക്കെ ആയിട്ടും അവർക്ക് ലഭിക്കുന്ന കാര്യമുണ്ട്. അത്രയും തുക അവർക്ക് കിട്ടുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടിയിരുന്നതാണ് ഇതിനെ തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ തൊഴിലാളികളായി മാറ്റുക എന്നുള്ളതായിരിക്കണമായിരുന്നു പ്രധാനമായി ഉയർത്തേണ്ട ആവശ്യം. എന്നാൽ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, യഥാർത്ഥ ആശമാരാണ്. 21,000-ൽ പരം 400,000-ഓളം വരുന്ന ആശാ വർക്കർമാരാണ് നമ്മുടെ കേരളത്തിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ച് ആശാ വർക്കർമാരെന്നുള്ള പേരിൽ SUCIക്കാർ ഇവിടെ സമരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവരിപ്പോൾ വിജയാഹ്ലാദ പരിപാടിയൊക്കെ നടത്താനുള്ള തീരുമാനത്തിലാണ്. കാര്യം അവർക്ക് 3000 രൂപ VD സതീശൻ അനുവദിച്ചു കൊടുത്തല്ലോ. പുതിയ സർക്കാർ അനുവദിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ നന്ദി സൂചകം അവർ വിജയിച്ചു. എന്തായിരുന്നു അവർ ഉയർത്തിയ ആവശ്യം? 21,000 വാക്ക് ആയോ? ഇല്ല. പക്ഷേ അവർക്ക് വിജയിച്ചു. സമരത്തിൽ അവർ വിജയിച്ചു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ സമരത്തിലാണോ അവർ വിജയിച്ചത്? അല്ല. ഇടതുപക്ഷ സർക്കാരിനെതിരായി നടത്തിയ ഗൂഢാലോചനയും ആ ഗൂഢാലോചനയിലൂടെ ഇടതുപക്ഷ സർക്കാരിനെതിരായി കള്ള ആരോപണങ്ങൾ ഉണ്ടാക്കുകയും സത്യം ഒന്നാണെന്നിരിക്കെ ഇതല്ല സത്യമെന്നും ഒരു മാലോകരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സമര പരിപാടികൾ നടത്തിയത്. ഈ സമരത്തിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPM-നെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീണ ജോർജിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് UDF-നെയും അതോടൊപ്പം തന്നെ സംഘപരിവാറിനെയും അല്ലെങ്കിൽ NDA-യും കൂട്ടുപിടിച്ചു. അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി അവിടെ നിന്ന് മണിമുറ്റത്താമണി പന്തൽ വന്ന് കളിച്ചിട്ട് പോയത്. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് INTUC-യുടെ നേതാക്കന്മാരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇത് യഥാർത്ഥ ആശമാരല്ല സമരം ചെയ്യുന്നതെന്നും ഇത് ആശമാരുടെ പേരും പറഞ്ഞുകൊണ്ട് SUCI-യുടെ നേതാക്കന്മാരാണ് സമരരംഗത്തിരിക്കുന്നതെന്നും ഇവരുടെ അജണ്ട വിജയം വരെയല്ല സമരം ചെയ്തത്, തെരഞ്ഞെടുപ്പ് വരെ സമരം ചെയ്യാനാണ് എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. നമുക്കറിയാം അവരുടെ മുദ്രാവാക്യവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി നടന്ന് സംസാരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിനെതിരായി പ്രചരണം നടത്തിയവരാണ് ഈ ആശാ വർക്കർമാരെന്നുള്ള പേരിൽ അവിടെ കുടിൽ കെട്ടിയിരുന്ന നമ്മുടെ SUCI-യിലെ നേതാക്കന്മാർ, വനിതകൾ. എന്നിട്ടിപ്പോൾ 3000 രൂപ എന്തായാലും VD സതീശൻ കൂട്ടി, നല്ല കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഇടതു സർക്കാർ 9000 രൂപ വരെ എത്തിച്ചതിനെ കുറിച്ച് ഇവർ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അപ്പോൾ അതായത് അവർ ഇനിയിപ്പോൾ സമരം അവസാനിപ്പിക്കുകയാണ്. ഇനി അവർക്ക് സമരമില്ല. കാര്യം എന്താ? 21,000 എത്തിയിട്ടാണോ? അല്ല, അവർക്ക് ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു UDF സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനും കഴിഞ്ഞു. അവിടാണ് അവരുടെ വിജയം. അല്ലാതെ തുക കൂടിയതിൻ്റെയോ പൈസ കിട്ടിയതിൻ്റെയോ ഒന്നും അല്ല. കാര്യം നിലവിൽ VD സതീശൻ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അതിന് ധവളപത്രം ഇറക്കണം. ഇനി ഇതിനുള്ള അവർക്ക് വർദ്ധിപ്പിച്ച തുക, ഓണറേറിയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തുക ഖജനാവിലുണ്ടോ? എല്ലാ മാസവും കൊടുക്കേണ്ടതാണല്ലോ. ഖജനാവിലുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. കാര്യം VD സതീശനും കൂട്ടരും ഈ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവെന്നാണ്. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു. പൂച്ച ഒരു ശല്യവുമില്ലാത്തിടത്താണ് സാധാരണ പ്രസവിക്കുക എന്ന് പൂച്ചയുടെ പ്രസവശാസ്ത്രം കൂടി VD സതീശൻ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്ത ഖജനാവിൽ നിന്നും എങ്ങനെയാണ് ഈ പറയുന്ന 3000 രൂപ വീതം കൂട്ടി എല്ലാ മാസവും ഇവരിലേക്ക് പണം എത്തിക്കുക? അപ്പം ഇത് വെറും ഒരു പ്രഖ്യാപനം മാത്രമായി ചുരുങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ
നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ചുരുങ്ങിയില്ലെങ്കിൽ അത് കൊള്ളാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശമാർക്ക് തൽക്കാലത്തേക്ക് ഒരു ആശമാർ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കരുതാം. കാര്യം തുടക്കത്തിൽ വരുന്നു, കുറേയധികം കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഇതാ നമുക്കറിയാവുന്ന പോലെ തന്നെ ബസ്, KSRTC ബസ്സിൽ സൗജന്യം ഏർപ്പെടുത്തുന്നു വനിതകൾക്ക്. നല്ല പ്രഖ്യാപനമാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിരൊക്കെ കോരും. ഇതെങ്ങനെ നടപ്പിലാക്കും? ദിവസേന വരുന്ന ഏകദേശം 1.5 കോടി രൂപയ്ക്ക് മേളിൽ ദിവസേന അല്ലെങ്കിൽ 4 കോടിയോളം രൂപ ദിവസേന നഷ്ടത്തിലെ കോടി പോവല്ലേ അത്? അവർക്ക് വേണ്ട KSRTCക്ക് വേണ്ട തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. അപ്പം എന്തായാലും ജൂൺ മാസം 15 മുതൽ തന്നെ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായ യാത്ര അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും എങ്ങനെ ഒരു 6000 കോടി രൂപ അതിന് ഖജനാവി കിടപ്പുണ്ടെന്ന് പറയുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ ജനപ്രിയ പദ്ധതികളൊന്നും ഉണ്ടാകില്ല എന്ന് ഇവരുടെ തലതൊട്ടപ്പനായ അന്തോണി പുണ്യാളം പറയുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ എവിടെ നിന്നാണ് ആശമാർക്ക് ഈ 3000 രൂപ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഈ 3000 രൂപ എന്ന് മുതൽ പ്രാവർത്തികമാകും എന്നതിനെക്കുറിച്ച് VD സതീശൻ എന്ന് പറഞ്ഞ നേതാവ് വ്യക്തമാക്കിയിട്ടില്ല. ഏത് മാസം മുതൽ അവർക്ക് കൂടുതൽ നൽകും എന്നാണ് പറഞ്ഞത്. എന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണോ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ജൂൺ മാസം മുതലാണോ, ഇനി അതല്ല ജൂലൈ മുതലാണോ, ഏത് മാസം മുതൽ അവർക്ക് നൽകി തുടങ്ങും എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുമല്ല, ഇപ്പോൾ തന്നെ മന്ത്രിമാരെ പോലും തീരുമാനിച്ചിട്ടില്ല വേറൊരു കാര്യം. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി കൺഫ്യൂഷൻസ് ഇപ്പോഴും ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ആശമാരുടെ ലക്ഷ്യം നടന്നു. കാര്യം ഇടത് സർക്കാരിനെ താഴെ ഇറക്കാൻ ആശമാരെ കൊണ്ട് കഴിഞ്ഞു, അല്ലെ SUCIക്കാരെ കൊണ്ട് കഴിഞ്ഞു, VD സതീശനെ അധികാരത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില കളികൾ കളിച്ചുകൊണ്ട് തന്നെയാണ് ഈ മുൻനിരയിലേക്ക് വന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനുവേണ്ടി VD സതീശനെ വിയർപ്പൊഴുക്കിയിട്ടുണ്ടെങ്കിൽ പോലും എന്നാൽ അതിനെയെല്ലാം ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു ടീം ഉണ്ടായിരുന്നു. അതാണ് KC വേണുഗോപാൽ. ഈ പറയുന്ന 12 മന്ത്രിമാരിൽ 9 പേരെയും അല്ലെങ്കിൽ 8 പേരെയും എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ KC വേണുഗോപാല എന്ന് വെച്ചാൽ മെജോറിറ്റി KC വേണുഗോപാലിന് തന്നെയാണ് മന്ത്രിമാർക്കിടയിൽ. അതിനനുസരിച്ച് വേണ്ട കളികൾ നടത്തി. അപ്പം ഈ പറയുന്ന 21,000 എന്ന് പറയുന്ന കണക്കിലേക്കൊക്കെ ഇനി എന്ന് എത്തിച്ചേരും എന്നുള്ളതിനെക്കുറിച്ച് VD സതീശനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ അപ്പം വനിതാ ശിശുക്ഷേമോ ഒക്കെ ആർക്കാണോ നൽകുന്നതെന്ന് വെച്ചാൽ അവരൊക്കെ പറയേണ്ടി വരും. അവരൊക്കെ ഇതിന് കൃത്യമായ മറുപടി വരേണ്ടി വരും. അപ്പോൾ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഈ SUCIക്കാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന പിന്നെ ഈ 21,000 കൊടുത്തില്ലെങ്കിൽ പോലും അവർ ഹാപ്പിയാണ്. വെറുതെ പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് കൊച്ചു കളികളൊക്കെ കളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവരെന്തായാലും VD സതീശന് അനുഭാവം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ VD സതീശന് ആണ് പിന്നെ എന്താ പറയുക സിന്ദാബാദ് വിളിക്കാൻ വേണ്ടിയിട്ട് അവർ തൽക്കാലം ഒരു വിജയ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നൊക്കെയുണ്ട്. അവിടെ പായസം വിതരണമൊക്കെ ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.